ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ കാലഘട്ടത്തിൽ ഡിജിറ്റൽ പ്രതിസന്ധിയും ആന്തരിക നിശബ്ദതയും നമ്മൾ എടുത്ത് ആത്മശോധന ചെയ്യേണ്ടതാണ്. ഡിജിറ്റൽ പ്രതിസന്ധി, ആന്തരിക നിശബ്ദത, ശബ്ദകോലാഹലങ്ങൾ, അതായത് സ്മാർട്ട് ഫോണുകളും സോഷ്യൽ മീഡിയയും നമ്മുടെ കാഴ്ചയെയും കേൾവിയെയും നിരന്തരം ആകർഷിക്കുന്നു. ചരിത്രത്തിൽ ഇന്നുവരെ ഇല്ലാത്ത വിധം നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഉജ്ജ്വലിപ്പിക്കുക, അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ എപ്പോഴും ഉണർന്നിരിക്കുക. ഈ നിരന്തരമായ ശബ്ദകോലാഹലം നമ്മുടെ കാഴ്ചയെയും കേൾവിയെയും സ്മാർട്ട് ഫോണുകൾ, സോഷ്യൽ മീഡിയ നിരന്തരമായിട്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഉജ്ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇന്ദ്രിയങ്ങളാണ് പ്രിയപ്പെട്ടത്. ഈ നിരന്തരമായ ശബ്ദകോലാഹലങ്ങൾക്കിടയിൽ ധ്യാനത്തിനും കുടുംബ പ്രാർത്ഥനയ്ക്കും കുർബാനയ്ക്കും കുംഭസാരത്തിനുമെല്ലാം ഒരു ആത്മീയ രുചി ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ കാലഘട്ടത്തിലെ വലിയൊരു ആത്മീയ വെല്ലുവിളിയാണ് ഇതിനൊന്നും ഇടമില്ലാതായിരിക്കുന്നു. പരിശുദ്ധ കുർബാന, കുംഭസാരം, കുടുംബ പ്രാർത്ഥന, ഇടവക ധ്യാനം, അല്ലെങ്കിൽ ആന്തരിക നിശബ്ദത, ഇതിനെല്ലാം ഇന്ന് ആത്മീയ വെല്ലുവിളിയായിട്ട് മാറുകയാണ്. ഇതിനൊന്നും ഇടമില്ലാതായിരിക്കുകയാണ് കുടുംബങ്ങളിലും വ്യക്തികളിലും ആ ദേശത്തും ഇടവകളിലും എല്ലായിടത്തും എല്ലാവിധത്തിലും. അത്രമാത്രം കാഴ്ചയും കേൾവിയെയും ഇന്ന് വളരെയധികം ഇന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ നൂറ്റാണ്ടിലാണ്, 16-ാം നൂറ്റാണ്ടിലെ വിശുദ്ധ യോഹന്നാൻ ക്രൂസ് പുണ്യവാന്റെ ജീവിതം നമുക്ക് മുന്നിൽ പരിഹാര മാർഗങ്ങളായിട്ട് നിൽക്കുകയാണ്. ആന്തരിക നിശബ്ദതയ്ക്കും പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും ഏകാന്തതയ്ക്കുമെല്ലാം ദൈവവും ആത്മാവും ഒന്നായിത്തീരുന്ന, നമുക്കറിയാം, ഇരുണ്ട രാത്രി, മലകയറ്റം, സ്നേഹഗീത, സ്നേഹജ്വാല, ഇതെല്ലാം വിശുദ്ധ യോഹന്നാൻ ക്രൂസ് പുണ്യവാന്റെ സാഹിത്യ കൃതികളാണ്, പുസ്തകങ്ങളാണ്. ആ ഒരു 16-ാം നൂറ്റാണ്ടിലെ വിശുദ്ധൻ്റെ ജീവിതം ഈ കാലഘട്ടത്തിലെ ശബ്ദ കോലാഹലങ്ങൾക്കിടയിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഉജ്ജ്വലിപ്പിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിലെ നിരന്തരമായ ശബ്ദം, കൈകളിൽ ജപമാല പിടിക്കുന്നതിന് പകരം കൈകളിൽ ജപമാല പിടിക്കേണ്ടവർ ഇന്ന് മൊബൈലാണ് കൊണ്ട് നടക്കുന്നത്. എല്ലാ തുറകളിലും ജപമാല പിടിക്കുന്നവർ, ഏറ്റവും പ്രായമുള്ളവർ, കുഞ്ഞുങ്ങൾ വരെ ജപമാല പിടിക്കേണ്ട കൈകളിൽ ഇന്ന് മൊബൈലാണ്. അത്രമാത്രം നമുക്ക് ഡിജിറ്റൽ പ്രതിസന്ധി വന്നിരിക്കുകയാണ്. ഇതിലെ ആന്തരിക നിശബ്ദതയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്ന കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ നമുക്കെല്ലാവർക്കും ഒരു മാതൃകയാണ്. എല്ലാവരും വിശുദ്ധ കുരിശൻ്റെ യോഹന്നാൻ്റെ പുസ്തകം